പണിക്കർ അദ്ദേഹത്തിന്റെ ബോധം തെളിഞ്ഞു കഴിഞ്ഞ നിന്റെ സിനിമ ക്ഷണം ഞാൻ റിലീസ് ചെയ്യും. പിന്നീട് നന്ദൻ കുടുംബത്തിന്റെ കഥയിൽ നിനക്ക് യാതൊരു കഥാപാത്രം ഉണ്ടായിരിക്കില്ല. അങ്ങനൊരു ദുരവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആദ്യം ആ പണിക്കർ എവിടെയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ആദ്യം ആ വീഡിയോയിൽ കാണുന്നവനെ നമ്മൾ പിടികൂടണം. എന്താ മിഥുൻ ഇങ്ങോട്ട്? എന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? അയ്യോ, അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോ വല്ല സ്പെഷ്യൽ ന്യൂസും ഉണ്ടാവോന്ന് ഓർത്തുപോയി. അങ്ങനെയല്ലേ ആന്റി? അല്ല, ചെറിയമ്മ എന്തു പറയാനാ? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിലേ നിന്നോട് സംസാരിക്കാൻ പാടില്ലെന്നുണ്ടോ? എന്നൊന്നും അല്ല മിഥുൻ. അതിരിക്കട്ടെ, നീ കാര്യം എന്താന്ന് പറ. ഒന്നുമില്ല മഞ്ജരി. നാളെ കോറിയയിലേക്ക് പോണം. അവിടുത്തെ പ്രോഗ്രസ് എന്തൊക്കെയാണെന്നൊന്നും അറിയണ്ടേ. അതുകൊണ്ട് നാളെ കാലത്ത് നിന്നോട് റെഡി ആവണമെന്ന് പറയാൻ വേണ്ടി വന്നതാ. അത്രയല്ലേ ഉള്ളൂ. ഞാൻ വന്നോളാം മിഥുൻ. ഓക്കെ മഞ്ജരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചെറിയമ്മേ. ഗുഡ് നൈറ്റ്. മൈ ഗോഡ് ആന്റി, നല്ല നേരത്തെ എന്നെ രക്ഷപ്പെടുത്തി. ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മുടെ അടുത്ത നടപടി എന്താന്ന് ആലോചിക്കുക. ആദ്യം മേഘനയുടെ ഈ വീട്ടിലെ സ്ഥാനം ഒന്ന് ഇളക്കണം. അവൾ ഇവിടെ ചീത്തയായാലേ നാളെ അവൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലും ആരും വിശ്വസിക്കാതിരിക്കും. അതിനിപ്പൊ എന്താ ഒരു വഴിയെന്ന് ആലോചിക്കുന്നെ. മിഥുൻ ഒരു വലിയ അപകടം സംഭവിക്കണം. ആ അപകടം മേഘനയുടെ ജാതക ദോഷാന്ന് വരുത്തി തീർക്കണം. ശരിയാണല്ലോ പ്രിയവത ആന്റി. നാളെ ക്വാറിയിലേക്കല്ലേ പോകുന്നേ? അവിടെ വെച്ച് മിഥുൻ ഒരു ചെറിയൊരു അപകടം പറ്റിയ പോലും അതിന് കാരണം മേഘനയാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ പറ്റും. That's good. ഓക്കെ ആന്റി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മഞ്ജരി. മഞ്ജരി, ആ ആപത്തിന്റെ ആഘാതം കുറച്ച് വലുതായെന്നിരിക്കട്ടെ. മേഘനയുടെ തടസ്സം മാത്രമല്ല അകലുക, എനിക്കും എന്റെ മകനും മിഥുൻ എന്ന തടസ്സം കൂടി നീങ്ങി കിട്ടും. ഈ രാവണക്കോട്ടയുടെ അനന്തരാവകാശിയായി പിന്നീട് എന്റെ മകൻ മാത്രമേ ഉണ്ടായിരിക്കൂ. അപകടത്തിന്റെ കട്ടി കുറച്ച് കൂട്ടിക്കോ മഞ്ജരി. ആകാശ്, എന്താ ഇത്? നേരെ ഇങ്ങോട്ട് വന്ന എന്തിനാ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഷോപ്പിങ്ങിന് വിളിച്ചിട്ടോ വന്നില്ല, സിനിമയ്ക്കും വരില്ല എന്ന് പറഞ്ഞു. ഔട്ടിംഗ് എന്നൊക്കെ നിനക്ക് കേൾക്കുന്നതന്നെ അലർജിയാ. നിന്നെ കാണാണ്ടിരിക്കാൻ എനിക്കോട്ട് പറ്റുന്നുമില്ല. കാണാനും സംസാരിക്കാനും ഒക്കെ വേറെന്തെങ്കിലും മാർഗം കണ്ടെത്ത്. അതിന് പകരം നീ നേരെ വീട്ടിലേക്ക് വന്ന എന്താ ചെയ്യാ? ഇവിടെ ആരെങ്കിലും കണ്ടാ ഞാൻ എന്ത് ഉത്തരം പറയാ ആകാശ്? ചിലരൊക്കെ ഇവിടെ എന്റെ തല കിട്ടാൻ കാത്തിരിക്കുവാ. ചോദിച്ചാ പറയണം, എന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനാണത്. ഫ്യൂച്ചറിൽ എത്ര കുട്ടികളെ പ്രസവിക്കണമെന്നുള്ള കണക്കെടുക്കുകയായിരുന്നു എന്ന് പറയുന്നീ. ആകാശ്, നിനക്ക് വേറെ പണിയില്ല. ഏത് നേരം കല്യാണം, കുട്ടികൾ, ഫസ്റ്റ് നൈറ്റ്, ഇത് മാത്രമുള്ളൂ നിനക്ക് പറയാൻ. നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാനിതൊക്കെ പറയാ? വേണ്ടെങ്കി പറഞ്ഞേക്ക്, വേറൊരാളെ കണ്ടെത്തി അവളോട് പറയാ ഞാൻ. മറ്റൊരുത്തെ നോക്കിയ നിന്റെ കണ്ണ് ഞാൻ ചുഴുന്നെടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യോടാ, ദേഷ്യം വന്നോ നിനക്ക്? പിന്നെ വരില്ലേ? ദേഷ്യപ്പെടുമ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. മതിയുടെ ചെറുക്ക പഞ്ചാര അടിച്ചത് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. വേറെ ഒരു വഴിയില്ലേ? ഇല്ല ഇല്ല, പോയേ പറ്റൂ. ആരെങ്കിലും ഇങ്ങോട്ട് വരൂടാ. പിന്നെ തുടങ്ങിക്കോളും ഉപദേശങ്ങളുടെ നീണ്ട നിര. അതോടെ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. പൊയ്ക്കോ ആകാശ്, പെട്ടെന്ന് പൊയ്ക്കോ. നീ പറഞ്ഞോണ്ട് ഞാനിപ്പോ പോകാം. പക്ഷെ നാളെ രാത്രി വരും. വന്നാ കൊന്നാളെ. പോവാ ആകാശ്, ഗോ. ശരി, ബൈ. ബൈ.
മേഘനേട്ടത്തെ എല്ലാം കാണാൻ കേൾക്കാൻ ചെയ്തു കാണോ? എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ഇപ്പൊ തന്നെ ഒന്നും ഓപ്പൺ ചെയ്യണ്ട, പിന്നീട് എപ്പോഴെങ്കിലും സമയം നോക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാം. സഞ്ജനെ, അയാൾ ആരാണെന്ന് ചോദിച്ചാ അത് ചിലപ്പോ ഞാൻ നിന്നെ സംശയിക്കുന്നത് പോലെയായിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. നീയായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടും. മേഘനേട്ടത്തെ അവൻ എന്റെ ക്ലാസ്മേറ്റാ. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ഇതിലെ പോകുന്ന വഴി വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി കയറിയതാ. ആയിക്കോട്ടെ സഞ്ജനെ, നീ പറഞ്ഞത് കളവാണോ സത്യമാണോ എന്നൊന്നും ഞാനിപ്പോ ചിന്തിക്കാൻ പോകുന്നില്ല. കാരണം നിന്നെ സംശയിക്കാൻ എനിക്കിഷ്ടമല്ല. പക്ഷെ ഒരു കാര്യം മോളോട് എനിക്ക് പറയണമെന്നുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നതിന് മുൻപ് പല തവണ ആലോചിച്ചിട്ട് വേണം ഉചിതമായൊരു തീരുമാനം എടുക്കാൻ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നീ ഒരു തെറ്റിന്റെയും ഭാഗമാവരുത്. തെറ്റാണെന്ന് ഉറപ്പുള്ളതൊന്നും ചെയ്യുകയരുത്. ഞാൻ നോക്കിക്കോളാം ഏട്ടത്തി. ജയദേവ, നീ എന്തിനാടാ ഇപ്പൊ BP ഒക്കെ ചെക്ക് ചെയ്യുന്നേ? അത് പിന്നെ അമ്മയെ കാണുമ്പോ BP കുറച്ച് കൂടിയിട്ടുണ്ടോന്നൊരു സംശയം. ഈയിടെയായിട്ട് അമ്മയ്ക്ക് ഒരു ക്ഷമയില്ലാണ്ടായിരിക്കുക. അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യാന്ന് കരുതി. എന്താ ഡാഡ്, അച്ഛമ്മയുടെ BP ചെക്ക് ചെയ്യണോ? എത്രയുണ്ടെന്നിട്ട്? അമ്മോ, 155/100. 155/100? അമ്മേ, അമ്മയുടെ BP വല്ലാണ്ട് കൂടുതലാണ് കേട്ടോ. എടാ സുദീപേ, ഇന്ന് തൊട്ട് വല്യമ്മയ്ക്ക് ഉപ്പില്ലാത്ത കറിയും ഷുഗറില്ലാത്ത കോഫി മാത്രം കൊടുത്താൽ മതി. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി സർ. എന്നാ ഇതെടുത്തോണ്ട് പോ. ഇതാ ഇപ്പൊ നന്നായ. ഈ പ്രായത്തിൽ എന്റെ നാവിനെ കെട്ടിയിട്ട് എന്നെ കൊല്ലാനുള്ള ശ്രമം. ദേ പ്രസാദം എടുത്തോ. അച്ഛമ്മേ, ദിവസവും ദൈവത്തെ പൂജിച്ച് പ്രസാദം സ്വീകരിച്ചിട്ടിപ്പോ എന്താ കാര്യം? എന്റെ മക്കള് തന്നെ ഇപ്പൊ എന്നെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പോവല്ലേ? അമ്മേ, ഇത് ആരതി. എന്താ അമ്മേ, ആരോഗ്യം മഹാഭാഗ്യെന്ന് കേട്ടിട്ടില്ലേ? അമ്മ ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ. ആരോഗ്യം എന്ന പേരില് ഇങ്ങനെ വെറും പച്ചിലയും കഷായവും മാത്രം തന്ന എങ്ങനെ അരുണിമേ? വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ? എപ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രമേ കഴിക്കാവൂ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് അച്ഛമ്മേ. മിഥുൻ, ഇന്ന് ക്വാറിയിലേക്ക് പോണെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഇറങ്ങുന്നില്ലേ? യാ ലെറ്റ്സ് ഗോ. എന്നാ ഡാഡ് പോയിട്ട് വരാം. കോറി വരെ പോവാ. ഹലോ, പറഞ്ഞോളൂ. ആയിക്കോട്ടെ, എന്താ വരിക? എനിക്കൊരു അത്യാവശ്യ ജോലി. എന്നാ പോയിട്ട് വാ. സുദീപേ,
അയ്യോ എന്റെ ഭഗവാനെ, കണ്ണീര് കിട്ടാതിരിക്കാൻ കിട്ടിയ കുമ്പളങ്ങ താഴെ വീണ് 4 കഷ്ണമായല്ലോ. ഇതത്ര നല്ല ശകുനമല്ല. എന്റെ അമ്മേ, ഞാൻ തൊട്ട് എക്സ്പെക്ട് ചെയ്തില്ല. നീ മൈൻഡ് ചെയ്യാതെ പോകുന്ന കണ്ടപ്പോ നാണല്ലാതെ ഞാൻ നിന്റെ പുറകെ വന്നിട്ട് നിന്റെ കാലെങ്ങനെ പിടിക്കാന്നുള്ളത് ഞാൻ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാം, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാനാ ഞാൻ തന്നെ നിന്റെ നേരെ വന്ന് നിന്നത്. എന്തെങ്കിലൊക്കെ പറയാനുണ്ടാവുമല്ലോ, അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാ കേട്ടിട്ട് അങ്ങ് എനിക്ക് പോവായിരുന്നു. മതിയിടോ ചാരു, ഇത്രയും കോപ്പറേഷൻ കിട്ടിയാ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. വളച്ച ചുറ്റാണ്ടേ പറയാനുള്ളത് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞേക്ക്. അത് പിന്നെ ചാരു, നിന്നെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന വഴികളൊക്കെ തന്നെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ അമ്പിനും വില്ലിനും നീ അടുക്കുന്നില്ലല്ലോ. മാത്രമല്ല എന്നോടുള്ള ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുക. ആ നോട്ടത്തിൽ തന്നെ ഞാൻ ചാരാവെന്ന് തോന്നുന്നു. അതുകൊണ്ടേ ഇനി നിന്നെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു സീനും ഞാൻ എഴുതാൻ പോകുന്നില്ലേ. അത് നന്നായി. ഇതായിരുന്നല്ലേ നീ പറയാനിരുന്നത്. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. അയ്യോ എന്റെ ചാരു, വാട്ട് ഈസ് ദിസ് ചാരു? ശരിക്കുള്ള കാര്യം ഞാൻ ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല. നീ വല്ല നോവൽ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലേ അതിപ്പോ കേൾക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല. ചാരു, അതിന് ഞാൻ നിന്റെ കോളേജിലെ വല്ല ലെക്ചറോ മറ്റോ ആണോ? അതോ ഞാൻ വല്ല സിനിമ തിരക്കഥാകൃത്തോ? ഫീലിങ്സാ ചാരു. എന്റെ ഫീലിങ്സിന് എന്താ ചാരു നീ ഒരു വിലയും കൽപ്പിക്കാതിരിക്കുന്നേ? അത് മനസ്സിലാക്കാൻ പോലും നീ ശ്രമിക്കുന്നില്ല. എന്റെ തല തിന്നരുതേ. കാര്യം എന്താണെന്നുള്ളത് മാത്രം പറഞ്ഞാ മതി. നിനക്ക് എന്നോട് പ്രേമം തോന്നണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ചാരു? ഇനി നിന്റെ പേര് എന്റെ ഹൃദയത്തിന്റെ മുകളിൽ പച്ചകുത്തി കാണിച്ചു തരണോ? അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് കയ്യോ ഞരമ്പോ മുറിച്ച് കാണിച്ചു തരണോ? വിവേക്, നിനക്ക് എന്തിന്റെ വട്ടാ ഇത്? അറിയോ ഓക്കെ? എന്തിനാ ഇങ്ങനെ ഭ്രാന്തൻ ചിന്തകളായിട്ട് നടക്കുന്നേ? പിന്നല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ട ചാരു? എന്റെ സ്നേഹം എന്താണെന്ന് നീ മനസ്സിലാക്കണമെങ്കിൽ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. എടാ, പ്രേമമാണ് പ്രേമം. പെരുവഴിയിൽ നിന്നാണോ പ്രേമപ്രകടനം? അല്ലടാ, അവര് തമ്മിൽ വഴക്കിടുകയെന്ന് തോന്നുന്നത്. എടോ നിന്നൊക്കെ എന്താടി മോളെ, ഹീറോ നിന്നെ കരയിപ്പിക്കണോ? ആണെങ്കി പറഞ്ഞോ, അവന്റെ കാല് തല്ലി ഓടിച്ചു തരാം. ഞങ്ങള് രണ്ടുപേരിൽ ആരാ ഇഷ്ടമെന്ന് വെച്ചാ അവനെ നീ അങ്ങ് സ്വീകരിച്ചോ. ലവ് ഒന്നും ഇല്ലെങ്കിലും ലവ് ഗെയിംസ് മാത്രമായാലും മതിയെന്നേ. ഇവളെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കുമ്പോഴാണോടാ നിന്റെയൊക്കെ ഒരു കോപ്പില് പ്രസംഗം? ആർക്ക് വേണോടാ നിന്റെയൊക്കെ ഉണക്ക ഉപദേശങ്ങള്? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നത് നല്ലത്. അല്ലെങ്കിൽ ഞാൻ ആകെ പിടിപെട്ടിരിക്കുകയാണേ. ഡാ വേണ്ടടാ, അയാൾക്ക് ഭ്രാന്താ. വണ്ടി എടുക്ക്. അല്ലെങ്കിൽ നീ എടുക്ക. നിനക്ക് വല്ല ഭ്രാന്തം ഉണ്ടോ വിവേക്? അവരോട് എന്തിനാ വഴക്കൂടാൻ പോയേ? പിന്നല്ലാണ്ട് എനിക്ക് ഭ്രാന്ത് തന്നെയാ. ചാരു എന്ന ഭ്രാന്ത്. ചാരു, ആരെന്നെ എന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ നിന്നെ ആരെങ്കിലും പറഞ്ഞ എനിക്കതൊരിക്കലും സഹിച്ചെന്ന് വരില്ല. അവരുടെ കൈയും കാലും ഞാൻ വിട്ടു. എന്നെങ്കിലും ഒരിക്കൽ നീ എന്റെ ആത്മാർത്ഥമായ സ്നേഹം മനസ്സിലാക്കും ചാരു. എനിക്കത് ഉറപ്പാ. ടേക്ക് യുവർ ഓൺ ടൈം. ഈ ജന്മം മൊത്തം വേണമെങ്കിലും എടുത്തോ. പക്ഷെ ഇതിനൊരു ഉത്തരം നീ പറഞ്ഞിട്ടേ പോകാവൂ. പിന്നീട് ഒരിക്കലും നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല. ശരി ചാരു, ബൈ.
എന്തുകൊണ്ടാ നെഞ്ചിനകത്ത് വല്ലാത്തൊരു ആന്തരം? ആ തുളസിച്ചെടി തളർത്ത് നിൽക്കുന്നിടത്തോളം മിഥുന് യാതൊരു ആപത്തും ഉണ്ടാവില്ല. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് വാടിയാലും അതിന്റെ ഹരിതാഭം കുറച്ചു കുറഞ്ഞാലും മിഥുനെ അപകടം അടുത്തുകൂടിയിരിക്കുന്നുവെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്തോ ഒരു ആപത്ത് ഏട്ടനെ അടുത്തോണ്ടിരിക്കുക. അയ്യോ, ഞാനിനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ മിഥുനേട്ടനെ ഞാൻ എങ്ങോട്ടേക്കും അയക്കില്ലായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തിയേനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ കൂടെ ഇല്ലെങ്കിൽ മിഥുനേട്ടനെ ആർക്കും രക്ഷിക്കാനാവില്ല. ഏത് വിധത്തിലായിരിക്കും ഏട്ടന് ആപത്ത് വരാൻ പോകുന്നത്? എന്റെ മഹാദേവ, മിഥുനേട്ടനെ രക്ഷിക്കാൻ എനിക്കൊരു മാർഗം കാണിച്ചു തരണേ. എടോ, വർക്ക് എങ്ങനെ പോകുന്നു? എല്ലാം നന്നായി പോകുന്നില്ലേ? ഓക്കെയാണ് സാറേ. ഓക്കെ. എത്ര ലോഡ് പോയി? എല്ലാം കൂടെ 160 ലോഡ് സാർ. മിഥുൻ, നീ ചെന്ന് എന്താന്ന് നോക്ക്. എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ആ, ആയിക്കോട്ടെ മഞ്ജരി. വാടാ. എല്ലാം റെഡിയല്ലേ? പറഞ്ഞ പോലെയൊക്കെ എല്ലാം ഒരുക്കിയിട്ടുണ്ട് മേഡം.